തന്നെപ്പോലെയുള്ളവരെ മാനസികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആൻഡോ ജോസഫിനെ പോലെയുള്ളവർ സന്തോഷത്തോടെ നടക്കുകയാണെന്നും ഇവരെ പോലുള്ളവരെ രാജാക്കന്മാരായി വാഴിക്കുകയാണെന്നും നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ആൻഡോ ജോസഫ് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിച്ചെന്നും പറഞ്ഞു. താൻ നിയമ നടപടിയിലേക്ക് പോകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബിൽഡിംഗിൽ CCTV ഉണ്ട്. അവിടെ റൂമുകളുണ്ട്. എന്തിനാണ് ഈ റൂമുകളെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അന്വേഷിക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു. അസോസിയേഷനിലിരിക്കുന്ന പല ഭാരവാഹികളുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ കൂടി അന്വേഷിക്കണമെന്നും പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു ട്രിബ്യൂണൽ വരട്ടെ. എല്ലാ തെളിവുകളും SITക്ക് സമർപ്പിച്ചിട്ടുണ്ട്. താൻ നിയമ നടപടിയിലേക്ക് പോകുമെന്നും പറഞ്ഞു. സംഘടനയ്ക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയ പശ്ചാത്തലത്തിലാണ് വനിതാ നിർമ്മാതാവിനെ സംഘടന പുറത്താക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം മലയാള സിനിമാ മേഖലയിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ പണം ഞങ്ങൾ തരും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഭിന്നത ഉടലെടുത്തിരുന്നു. സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ള വനിതാ നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ അച്ചടക്ക നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീല കുര്യനും നേതൃത്വത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. സംഘടനാ നേതൃത്വത്തിലുള്ളവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അമ്മയുടെ ഉപസംഘടനയാക്കുകയാണെന്ന വിമർശനമായിരുന്നു സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നിർമ്മാതാവ് ആൻഡോ ജോസഫ്, സെക്രട്ടറി B രാകേഷ് എന്നിവർക്കയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുടെ ഉപസംഘടന നിലകൊള്ളുന്നത് താരങ്ങൾക്കൊപ്പമാണെന്നും നേതൃത്വത്തിൽ മാറ്റം വരണമെന്നും നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറഞ്ഞു. സംഘടന ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിലാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ മൗനം പാലിച്ചു എന്നിങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും സാന്ദ്ര ഉന്നയിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര തോമസ് നേതൃത്വത്തിന് കത്ത് നൽകിയത്. സാന്ദ്ര ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ നേതൃത്വം ഇടപെട്ട് യോഗവും വിളിച്ചിരുന്നു. ഈ യോഗം പ്രഹസനമായിരുന്നെന്നും സംഘടനയുടെ സമീപനം വനിതാ നിർമ്മാതാക്കളെ കളിയാക്കുന്നതിന് തുല്യമാണെന്നും സാന്ദ്ര കുറ്റപ്പെടുത്തിയിരുന്നു. ഇവർ എഴുതിയ തുറന്ന കത്ത് അന്ന് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മലയാള സിനിമാ മേഖല സ്ത്രീ വിരുദ്ധമാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പവർ ഗ്രൂപ്പ് ശക്തമാണെന്നുമാണ് സാന്ദ്രയുടെ ആരോപണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിയോക്കിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പ്രശ്നം പരിഹരിക്കാൻ വിളിച്ച ശേഷം താൻ അപമാനിക്കപ്പെട്ടുവെന്നാണ് സാന്ദ്ര തുറന്ന കത്തിൽ ആരോപിച്ചിരുന്നത്. അന്നുണ്ടായ മാനസികാഘാതത്തിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോഴും മോചിതയായിട്ടില്ല. തനിക്കുണ്ടായ ദുരനുഭവം അസോസിയേഷനിലെ ഭാരവാഹികളെയും വിളിച്ചറിയിച്ചിട്ടും യാതൊരു നടപടിയും പരിഹാരവും ഈ കത്തെഴുതുന്ന നിമിഷം വരെ ഉണ്ടായിട്ടില്ലെന്നും സാന്ദ്ര കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീ സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാജയപ്പെട്ടുവെന്നും അതിനാൽ പ്രസിഡന്റും സെക്രട്ടറിയും രാജിവെക്കണമെന്നും സാന്ദ്ര കത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.